ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറയാം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചേച്ചി പറയാൻ വരുന്നത് 2-3 കാര്യം പറയാനായിട്ടാണ് വന്നത്. ഒരറ്റത്ത് നമ്മുടെ ഇവിടെ BJP-കാർ പറയുന്നത് ക്രിസ്മസ് ആഘോഷം നടക്കാൻ പാടില്ലെന്ന്. പുൽക്കൂടെല്ലാം അവർ തച്ചുടച്ച് കളയുന്നു. കാരണം കണ്ടില്ല, അന്ന് സ്കൂളിൽ ഈ ക്രിസ്മസ് പ്രോഗ്രാം വെച്ചപ്പോൾ അവരൊന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തല്ലോ. ഇതേ പാർട്ടിയിലെ ആൾക്കാർ, പ്രധാനമന്ത്രി അവിടെ പോയി മെത്രാപ്പൊലീനയുടെ അവിടെ പോയി പുൽക്കൂട് വന്ദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നു. ഇതെവിടെ തന്നെയായ ഒരേ പാർട്ടിയിലുള്ളവർ നമ്മുടെ കുറച്ച് സ്ഥലത്ത് ഇത് നടത്തിക്കൂടാന്ന്, കുറച്ച് സ്ഥലത്ത് ഇത് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അത് ശരിയാണോ? അല്ലല്ലോ. പ്രധാനമന്ത്രിക്ക് എല്ലായിടവും പോയി ഇത് ചെയ്യാമെങ്കിൽ നമുക്കെന്താ ചെയ്തുകൂടാത്തെ? അതുമല്ല, ഈ എല്ലാ വിശേഷങ്ങളും ഏത് മതത്തിൽപ്പെട്ട വിശേഷങ്ങളായാലും നമ്മളെല്ലാവരും കൊണ്ടാടുന്നത് നല്ലതാണ്. ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇവിടെ പൊങ്കൽ വിശേഷം ഞങ്ങളിവിടെ കൊണ്ടാടുന്നല്ലേ. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഓരോ നാട്ടിലെ വിശേഷവും നമ്മൾ കൊണ്ടാടുന്നതിന് എന്താ കുഴപ്പം? അതിനെപ്പറ്റി നമുക്ക് കുറച്ച് പഠിച്ചുകൂടെ? അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, കണ്ടോ? കണ്ണൂർ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മദ്യലഹരിയിൽ വന്നിട്ടേ അദ്ദേഹം അവിടെ മദ്യലഹരിയിൽ ആ റേപ്പാളത്തിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പം കാണാൻ ട്രെയിൻ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ അടുത്തിരുന്ന ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പോയി ട്രെയിൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാൾ മൊബൈൽ താറയിട്ടിട്ട് ഇയാൾ അതിനകത്തങ്ങ് കിടന്നതും ട്രെയിൻ അദ്ദേഹത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് ഇന്ന് വീഡിയോയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആയുസ്സുണ്ട്. ഇച്ചിരി നേരം ഇയാൾ ഈ മദ്യലഹരിയിൽ ആ തലയൊന്ന് പൊക്കി നോക്കിയെങ്കിൽ അയാളുടെ ഗതി, അയാൾക്ക് ആയുസ്സുണ്ട്. അല്ലെങ്കിൽ ആ മദ്യവും വല്ല ബോധമില്ലാണ്ട് കിടക്കുന്ന ആളെ ഇത്രയും ബോഗികൾ പോകുന്നത് പേര് അങ്ങനെ കിടന്നെന്ന് വെച്ചാൽ അപ്പം അദ്ദേഹത്തിന് ബോധം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ അത്ര ഞാൻ പറ്റി കിടക്കും അങ്ങനെ കമന്ന് നല്ലതായിട്ട്. പക്ഷേ അത്രയ്ക്ക് വണ്ണവും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. എങ്കിൽ പോലും ഇത്രയും ബോഗികൾ പോകുന്നത് പേര് അതിനടിയിൽ കിടന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കൂസലും ഇല്ലാതെ അയാൾ എണീറ്റ് നടന്നു പോകുന്നു. ഇന്ന് നമ്മൾ കണ്ടില്ലേ അത് കണ്ണൂരെ ഈ സംഭവം? അത് അവിടെ ഇരുന്ന് ഒരാളാണ് എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടതും കുറേ ഫ്രണ്ട്സിനൊക്കെ ഇട്ടത്. ഇപ്പം അത് എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുക. നോക്കണേ, നമുക്കൊന്ന് ട്രെയിനിൻ്റെ അടുത്ത് പോയി ഒന്ന് നിൽക്കുമ്പം തന്നെ പേടിയാണ്. ആ സ്ഥാനത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ സിനിമയിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ അഥവാ ഒരു ട്രാക്കിൽ നിന്ന് ട്രെയിൻ ഇനി വന്നു പോയി നമ്മളവിടെ കിടന്നാൽ മതി, നമുക്കൊന്നും സംഭവിക്കത്തില്ല. അതിപ്പോൾ നേരിട്ട് നമ്മൾ ഇന്ന് കണ്ടത് ആ ബോഗികളിങ്ങനെ പോകുന്നതല്ല. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് വിചാരിച്ച അയാൾ അന്നേരം ലക്കില്ലാതെ ഒന്ന് എണീറ്റെങ്കിൽ അയാൾ ചതഞ്ഞരഞ്ഞു പോയാണ് ഇല്ലയോ? അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീരിയസാണ്. നമ്മുടെ കൊല്ലത്തെ ഒരു ഡക്ക ഡെയിലി എന്താ ആ ഹോട്ടലിൻ്റെ പേര് ലാസ്റ്റ് ഡക്കാന്നറിയാം. ഒരു ഡക്ക്, ആദ്യത്തെ പേരങ്ങ് മറന്നുപോയി. അതിന് പോയാലങ്ങ് നോക്കണം. അങ്ങനെ കൊല്ലത്തൊരു ഹോട്ടലിൽ ഒരു കുടുംബത്തിലെ അവർ സഹോദരനും സഹോദരിയും 3-4 കുട്ടികളും കൂടെ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവർ ചോദിച്ച ഭക്ഷണം ഇല്ലാഞ്ഞ് അവർ ഇഡ്ഡലി ഏതാണ്ട് തലേന്നത്തെ അനത്തി കൊടുത്തു, ചൂടാക്കി കൊടുത്തു. അത് അവർ കഴിച്ചപ്പോൾ അവർക്ക് വേണ്ടുന്ന കറികളൊന്നും ഇല്ലായിരുന്നു. കൊണ്ടു ചെന്ന കറിയിലെല്ലാം മണ്ണായിരുന്നു അത്രേ. അപ്പോൾ അവർ പറഞ്ഞ് ഇതുപോലെ ആർക്കും കൊടുക്കരുത്, ഞങ്ങൾ ഇപ്പോൾ അവർക്ക് കൊടുത്തത് ഇരിക്കട്ടെ, ഇനി ആരെങ്കിലും വന്നാൽ ഫുഡില്ല, ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞ് അവരങ്ങ് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചിരിച്ച് അവിടെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് ടിപ്പും കൊടുത്ത് അവിടെ ഇരിക്കുന്ന അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൻറ്റിയോട് ചിരിച്ചിട്ടൊക്കെ സന്തോഷമായിട്ട് അവർ വെളിയിൽ വന്നപ്പോൾ അവരെന്തോ ചെയ്ത് ഇവർ കഴിച്ച ഡൈനിങ് ടേബിളിൻ്റെ ആ ഫുഡിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഇവർ ചിരിച്ചിട്ട് വെളിയിലോട്ട് വരുമ്പം അതിനകത്തുനിന്ന് 3-4 പേര് വന്ന് ഇവരെ വളഞ്ഞിട്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ സഹോദരൻ്റെ മൊബൈലെടുത്ത് തലയിൽ അടിച്ചുടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഓടി കാറിനുള്ളിൽ കയറി ഈ സിസ്റ്ററുടെ തുണിയെല്ലാം വലിച്ച് കയറി. എന്താ നടക്കുന്നത്? ഹോട്ടലിൽ കയറി നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അവർക്ക് കാശ് കൊടുക്കുന്നത്. ഇത് കൊള്ളാത്ത ഭക്ഷണവും തരണം, നമ്മുടെ കാശ് വാങ്ങണം, പിന്നെ അവരുടെ അടിയും കൊള്ളണം. എല്ലാം കൊല്ലത്താ നടക്കുന്നുള്ളതാണ്. നല്ലത് വന്നാലും കൊല്ലത്താ, പന്നൽ വന്നാലും കൊല്ലത്താ. കൊല്ലത്തിൻ്റെ ഒരവസ്ഥയെ ആ ബീച്ച് ഹോട്ടലിന് ബീച്ചിൻ്റെ അടുത്തുള്ള ഹോട്ടലിലാണ്
ഞാനവിടെ കൊല്ലത്ത് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിലൊന്നും കയറത്തില്ല. ഞങ്ങൾ സാധാരണ ഒരു കടയിൽ ഞങ്ങൾ പോവും. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവിടെ കൊല്ലത്തൊരു നാനിയുണ്ട്, നാനി. അവിടെ പോയി നല്ല ഫുഡ് കിട്ടും. അവിടെ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കും. അവിടെ കുറേ ഹോട്ടലുണ്ട്. പിന്നെ ചീനി വേവിച്ചൊരു കടയുണ്ട്. അവിടെ നിന്ന് ചീനി മേടിച്ച് തിന്നും. കാരണം നമുക്കിവിടെ എപ്പോഴും തമിഴ്നാട്ടിലും അങ്ങനെ ചീനിയൊന്നും കിട്ടാൻ ഭയങ്കര വിലയല്ലേ. അപ്പോൾ നാട്ടിൽ പോകുമ്പോഴെല്ലാം ചീനി മേടിച്ച് തിന്നും. പിന്നെ ഇപ്പം ഞങ്ങൾ പോകുമ്പോഴങ്ങ് കോവളത്ത് പോകും. കോവളത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല ഫ്രഷ് മീൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള മീൻ വേണമെന്ന് പറഞ്ഞാൽ അവർ അന്നേരം തന്നെ പിന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് ചീനിയായിട്ട് കൊണ്ടുതരിക. എന്താ ടേസ്റ്റ്. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ ഒന്നും പറയാനും പറ്റത്തില്ല. ഇങ്ങനെ പേടിച്ചൊന്നും ഇരിക്കരുത്. ഇനി നമ്മളും പിന്നെ അങ്ങനെ ഇത് മൂന്നാമത്തെ കാര്യം കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ നമ്മൾ പണം കൊടുക്കുന്നത്, നമുക്ക് നല്ല ഫുഡ് തരേണ്ടുന്ന കാര്യം അവരുടേതാണ്, ഇല്ലേ? പിന്നെ അവർ തരുന്ന മണ്ണുള്ള ഫുഡ് കഴിക്കാനാണ് നമ്മൾ ചെല്ലുന്നത്. എന്തായാലും അറിഞ്ഞിരുന്ന കാര്യമായി. ആ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്ന് കയറി നോക്കാമെന്ന്. കാരണം അത്ര നല്ല ഹോട്ടൽ അത് കണ്ട. ഇനി അടുത്ത കാര്യം, ഇന്ന് കണ്ടില്ലേ കാർ ഓട്ടിച്ച ഒരാളുടെ അടുത്ത് ഒരാൾ മുമ്പേ പോയ ബൈക്കിലോ സ്കൂട്ടിയിലോ പോയ ആൾ വടിവാൾ വെച്ചിട്ട് നിന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്താ കാര്യം? ഇപ്പം ഇറങ്ങി നടക്കണമെങ്കിൽ എല്ലാവരും ഒന്നീ തോക്ക്, അല്ലെങ്കിൽ വടിവാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കൈ കരുതിയിട്ട് വേണം നടക്കണമെന്ന് ഇപ്പം തോന്നിയിരിക്കുക. അല്ല, നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോഴല്ലേ ഇതുപോലെ ആൾക്കാർ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കാലത്തിൻ്റെ ഒരു പോക്കേ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് എല്ലാവരും അങ്ങ് പോവുക. അപ്പോൾ കേരളത്തിൽ ആരും ജീവിക്കത്തില്ല. കാരണം ഇങ്ങനെയുള്ള സ്ഥലമാണ് കേരളം. എത്ര നല്ല സ്ഥലമായിരുന്നു. ഇപ്പം എല്ലാവർക്കും എന്ത് വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു ഇതായി മാറി. അപ്പം അത് പറയാൻ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വന്നത്. അപ്പോൾ ചേച്ചി ഒന്ന് പോയിട്ട് നാളെ വേറൊരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. ബൈ ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ക്രിസ്മസ് വിഷു പറയുക ചേച്ചി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. എനിക്ക് ആകെ 19 സബ്സ്ക്രൈബറേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എളുപ്പവും ഷെയറൊക്കെ ചെയ്ത് നോട്ടിഫിക്കേഷൻ ആ ബെല്ലൈക്കനൊന്ന് അമർത്തി കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചി ഒന്ന് സഹായിക്കണം കേട്ടോ. എന്താണോ ചേച്ചി കണ്ട് ഇപ്പം നിൽക്കുന്നില്ലയോ? ഈ വീട് വാടകയ്ക്കാണ്. ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കണ്ട് ചേച്ചിക്ക് സബ്സ്ക്രൈബറും വാച്ച് അവറും വീഡിയോ എല്ലാം വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചിക്കിൽ തടഞ്ഞാൽ ഒരു വസ്തുവെങ്കിലും വാങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ടേ സബ്സ്ക്രൈബൊക്കെ ചെയ്തേരെ. പെട്ടുതരാം.